ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ UDF 13 ജയിക്കും. UDFിനെ കാത്തിരിക്കുന്നത് ചരിത്ര വിജയവും LDFിനെ കാത്തിരിക്കുന്നത് ദയനീയ പരാജയമാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിടയ്ക്ക് ഏറ്റവും ദയനീയ പ്രകടനമായിരിക്കും BJP കാത്തിരിക്കുന്നത്. BJPയുടെ വാട്ടർലൂവിന്റെ ആരംഭം ഇതായിരിക്കും ഈ തവണ ഫലം. നമസ്കാരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. മെയ് മാസം 4-ാം തീയതി അതിന്റെ ഫലം പുറത്തു വരികയും ചെയ്യും. UDF ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറാണ്. ചേട്ടാ, 25 വർഷമായി കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു കോൺഗ്രസ് MLA ഉണ്ടായിട്ട് അപ്പൊ ഇത്തവണ കോൺഗ്രസ് ചരിത്രം മാറ്റിയിരുന്നു. ഒരു സംശയമില്ല. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ UDF 13 ജയിക്കും. 13 out of 13. അതിൽ 8 ഭൂരിപക്ഷം 5 അക്കമായിരിക്കും. UDFിനെ കാത്തിരിക്കുന്നത് ചരിത്ര വിജയവും LDFിനെ കാത്തിരിക്കുന്നത് ദയനീയ പരാജയമാണ്. ഇപ്പം അങ്ങനെ UDF അധികാരത്തിൽ എത്തുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് നിന്ന് മന്ത്രിമാരുണ്ടാകും. അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. അത് ഏതായാലും കോഴിക്കോട് 13 ജയിക്കും. ചേട്ടനെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കൊയിലാണ്ടിയിൽ മത്സരിക്കുകയുണ്ടായി. എന്താണ് കൊയിലാണ്ടിയിൽ ഒരു പ്രതീക്ഷ? കൊയിലാണ്ടിയിൽ UDF സ്ഥാനാർത്ഥി 5 അക്ക ഭൂരിപക്ഷം ജയിക്കും. വളരെ ടൈറ്റ് ത്രികോണ മത്സരം ഉണ്ടായിരുന്ന മണ്ഡലമാണ് കൊയിലാണ്ടിൽ എന്നെനിക്ക് തോന്നിയിട്ടില്ല. തീരെ തോന്നിയിട്ടില്ല. ഈസി വാക്കോറായിരുന്നു. തുടക്കം മുതൽ ഈസി വാക്കോറായിരുന്നു. എന്താണ് ഇപ്പൊ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ മാറി ചിന്തിക്കാനുള്ള കാരണമായിട്ട്? അല്ല, 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ ഷാഫി പറമ്പിൽ ഭരണമാറ്റ കാലം. രണ്ടാമത്, ഈ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ധിക്കാരപരമായ ചോദ്യത്തോട് ജനങ്ങൾ പ്രതികരണം. കോഴിക്കോട്ടെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 5 വർഷമായി ബൂത്ത് തലത്തിൽ നടത്തിയ സിസ്റ്റമാറ്റിക് പ്രവർത്തനവും പാർട്ടിയിൽ കൊണ്ടുപോയ അക്കൗണ്ടബിലിറ്റി, പിന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ ഊഷ്മളമായ ബന്ധം, ഈ ഘടകങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു വലിയ കൊടുങ്കാറ്റാണ് UDF അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ വീശിയിരിക്കുന്നത്. BJP കോഴിക്കോട് ഇത്തവണ സ്വാധീനം ഉറപ്പിക്കുന്നതാണ് അവർ പറയുന്നത്. എന്താണ് അതിനെ കുറിച്ച്? ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിടയ്ക്ക് ഏറ്റവും ദയനീയ പ്രകടനമായിരിക്കും BJP കാത്തിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, LDFിന്റെ ദയനീയ പരാജയം, BJPയുടെ വാട്ടർലൂവിന്റെ ആരംഭം ഇതായിരിക്കും ഈ തവണ ഫലം. കേരളത്തിലാകെ അതോ കോഴിക്കോട്? കോഴിക്കോട്. UDF 13 ഉറപ്പ് 100%. UDF ക്യാമ്പുകൾ എന്തൊക്കെയായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തങ്ങളുടെ വിജയം പ്രവചിക്കുന്നവയാണ് എന്നുള്ളതാണ് ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ പിറകിലെ കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളും UDF നേടുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹം കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയുമാണ്. UDFന്റെ കൊയിലാണ്ടിയിൽ 5 അക്ക ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെയായാലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് 13 MLAമാർ UDFിനുണ്ടാകും. UDF അധികാരത്തിൽ വരുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ MLAമാർക്ക് വലിയ പ്രകടനം കാഴ്ചവെക്കാനാകും. UDFന്റെ MLAമാരായിരിക്കും അവരെല്ലാവരും എന്നുള്ളൊരു വലിയ പ്രതീക്ഷ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ BJPയുടെ വാട്ടർലൂ ആയിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് BJPക്ക് വലിയ വോട്ട് ശതമാനത്തിൽ വലിയ ഇടിവ് സംഭവിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. BJPയുടെ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്ഥാനത്താവും. BJPയുടെ വാട്ടർലൂ ആയിരിക്കും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് CPIMന്റെ അല്ലെങ്കിൽ LDFന്റെ വലിയ പതനത്തിനും കാരണമാകും എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി.